പോവുകയാണ്. ഇവിടെ ഇത്രേ ഉള്ളു കാണാൻ, വരുന്നില്ല. ഒന്ന് കണ്ട് കേട്ട് പോയി. അമ്പലക്കുട്ടൻ പോയി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മൾ എവിടെയായിരുന്നു എന്നുള്ളത്. മുല്ലക്കാനം ചർച്ചിൻ്റെ ആ മുറ്റത്തെത്തിയിട്ട് ആ ചർച്ചിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. മുല്ലക്കാനം ചർച്ച് എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഒരു വാക്ക് ഞാൻ പറയാം. മുല്ലക്കാനം ചർച്ച് നമ്മുടെ ഉളുപ്പുണ്ണിക്കും ഉപ്പുതറ, അതായത് വിണ്ടിവാക്കിൻ്റെ അതിലെ ഉപ്പുതറയ്ക്ക് പോകുന്ന വഴിയുടെ അവിടെ നിന്ന് കയറി വന്നാലും ഒരു ഇതിൻ്റെയൊക്കെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന വനമാണോ അതോ മറ്റു വസ്തുവാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മുല്ലക്കാനം എന്ന് പറയുന്നത്. മുല്ലക്കാനം ചർച്ച് അത് അവിടെ കുറേ ആ മുല്ലക്കാനം ചർച്ചിൻ്റെ ചുറ്റും കുറച്ച് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടെങ്കിലും ഒരാളെപ്പോലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒന്ന് രണ്ട് വീടുകളൊക്കെ നമ്മൾ കണ്ടു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ താമസിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന മുല്ലക്കാനം ചർച്ചിൻ്റെ അവിടെ നേരെ മേളിലോട്ട് കയറി ഒരു വഴി കിടക്കുന്നു. അതിൽ എവിടെ പോകാൻ പറ്റുമെന്ന് നോക്കിയാണ് നമ്മൾ പോകുന്നത്. ഒരു സൈഡ് ഫുള്ള് വനമാണ്, ഇപ്പുറത്തെ സൈഡ് എന്നാൽ കൃഷിഭൂമിയാണ് താനും. പക്ഷേ എസ്റ്റേറ്റ് എന്ന രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വീടുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. കാപ്പിത്തോട്ടമാണ് ഈ കാണുന്നത്, ഇത് വനഭൂമിയാണ്. അപ്പോൾ ഇവിടെ ഈ കൃത്യമായ നല്ല രീതിയിൽ വഴിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതൊരു സ്ത്രീ പരിശീലന കേന്ദ്രമാണ്. പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഇപ്പം നമ്മൾ കണ്ട ആ ബിൽഡിംഗ്. അപ്പോൾ നമ്മൾ ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ പോകുമ്പോൾ തന്നെ മനോഹരമായൊരു ഫീലിംഗാണ് നമുക്കുണ്ടാകുന്നത്. ഇവിടെ എത്തുമ്പോൾ താഴെയായിട്ട് ഫെൻസിങ്ങൊക്കെ ഇട്ട് തിരിച്ച ഒരു പ്രോപ്പർട്ടി കാണാൻ പറ്റുന്നുണ്ട്. അത് എന്താണ് അതിൻ്റെ സെറ്റപ്പ് നമുക്കറിയില്ല. കൃഷിഭൂമി ആയിരിക്കും, അല്ലെങ്കിൽ റിസോർട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കമാവാം എന്ന് വിചാരിക്കും. അത് നമ്മൾ അഭിപ്രായം പറയുന്നില്ല, കാരണം നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഞാനും അമ്പലക്കുട്ടനും കൂടി പോകുന്നത് ഈ വഴി എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുന്നതിനുപരി ഇവിടെ എവിടെയോ നിന്നാൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ റിസർവോയർ കാണാൻ പറ്റും എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കാണുന്നതിന് വേണ്ടിയാണ് പോകുന്നത്. അത് തപ്പിയാണ് ഈ പോകുന്നത്. എന്തായാലും ഇവിടേക്കുള്ള ഈ വഴി, ഈ മുല്ലക്കാനം ചർച്ചും ഈ പ്രദേശത്തേക്കുള്ള ഈ യാത്ര എന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്തതിലും ഏറ്റവും മനോഹരമായൊരു യാത്രയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അമ്പലക്കുട്ടനും സെയിം അഭിപ്രായം തന്നെയാണ്. കാരണം അത്രയ്ക്കും ഉള്ളിലേക്ക് നമ്മൾ കയറി എത്തേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതൊരു മനോഹരമായൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഫീൽ ചെയ്തത്. മുല്ലക്കാനം ചർച്ചിൽ വന്ന് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ വീഡിയോകളൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു യാത്രാ വീഡിയോ ഞാനെങ്ങും കണ്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ കാണാം, അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഹൈപ്പ് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണം. ഹൈപ്പോട് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് മുല്ലക്കാനം ചർച്ചിൻ്റെ കാഴ്ചകളും അവിടെ നിന്ന് തിരിച്ച് പോകുന്ന കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിതിലെ തിരിച്ചു പോകാൻ പറ്റും. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി അത്രയും ഓടിയാണ് നമുക്ക് പോകാൻ പറ്റുന്നതെങ്കിൽ അതൊരു അത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഇച്ചിരി കട്ടിയായിരിക്കും ആ യാത്ര. അപ്പം നമുക്ക് ചെന്ന് നോക്കാം ഇതിലേ പോകാൻ പറ്റും. വേറെ വഴിയാണ് കിട്ടുന്നതെങ്കിൽ അതൊരു അനുഭവമായിരിക്കും നമുക്ക്.
ആക്ച്വലി ടവറിന് മണ്ടേ കയറിയേ കാണാം. ടവറിന് മണ്ടേ കയറാവോ? ഏ ഏ അതെ, അയ്യോ ശരിയാ. ഇത് BSNL അല്ല, എയർടെല്ല. ചെറിയ വഴികൾ അത്രയും തിരിച്ചിറങ്ങേണ്ടതായിട്ടിരിക്കണോ മക്കളെ? നമുക്ക് താഴെ നോക്കാം, താഴെ ചോദിക്കാം. ഇല്ല, പോന്നോ? വേണ്ട, പോട്ടെ. ന്യൂട്രലായോ? ഓ, ഫ്രണ്ട്സ്, അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. അമ്മിണിക്കുട്ടനായിരുന്നു മുന്നേ വന്നത്. അമ്മിണിക്കുട്ടന് കയറ്റത്ത് വന്നപ്പോൾ പെട്ടെന്ന് വണ്ടി ന്യൂട്രലായി. ഫസ്റ്റ് ഇട്ട എൻ്റെ ഇടയ്ക്ക് ന്യൂട്രലായി എന്തോ സംഭവിച്ച് വണ്ടി കയ്യിൽ നിന്ന് മറിഞ്ഞ് ചാടി മാറിയതാണ് അമ്മിണിക്കുട്ടൻ. പക്ഷേ റോഡിലേക്ക് വീണ് ഏതായാലും ഭാഗ്യത്തിന് കാര്യമായിട്ടുള്ള പരിക്കൊന്നും പറ്റിയില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ അതൊരു ഭയങ്കര വിഷമത്തിനിടയായി. കാരണം പെട്ടെന്നുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള യാത്രയിൽ പെട്ടെന്നുള്ള വീഴ്ച വലിയൊരു മാനസിക ടെൻഷൻ ഉണ്ടായിരുന്നൊരു സംഭവമായിപ്പോയി. ഇനി എന്തായാലും മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നതുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ യാത്രയിൽ ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച്, ഇത് നമ്മൾ ഓവർ സ്പീഡില്ല, കാരണം വളരെ സൂക്ഷിച്ചാണ് ഞങ്ങൾ രണ്ടും യാത്ര ചെയ്യുന്നത്.
ഓക്കെ. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അമ്പിളിക്കുട്ടൻ്റെ വണ്ടിക്ക് ക്രാഷ് കാർഡില്ല. എനിക്കൊരു ചെറിയ ക്രാഷ് കാർഡെങ്കിലും ഉണ്ട്, പക്ഷേ അതിന് ക്രാഷ് കാർഡേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ വണ്ടിക്ക് കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. പുതിയ വണ്ടിയല്ലേ. അപ്പോൾ ഏതായാലും വണ്ടിയുടെ ചെറിയ ഒരു പോറലും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായതല്ലാതെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. മുല്ലക്കാനം യാത്രയിൽ റോഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് വീഴ്ച സംഭവിച്ചതെന്ന് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണോടായതുകൊണ്ട് പെട്ടെന്ന് കാല് കുത്താനോ കുഴിയും ഒക്കെ അല്ലേ, അപ്പം പെട്ടെന്ന് കാല് കുത്താനൊക്കെ പറ്റാതെ വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്ര എത്രയും സേഫായിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുമോ അതുപോലെയാണ് യാത്ര ചെയ്യുന്നത്. പിന്നെ ഇനിയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടുള്ള വഴിയെല്ലാം കാണിക്കുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കാണിക്കാൻ പറ്റാതിരുന്ന ഭാഗങ്ങൾ മാത്രമാണ് അങ്ങോട്ടുള്ള യാത്രയിൽ കാണിക്കുന്നത്. എല്ലാ വഴികളും മനോഹരമായ റൈഡാണ് ഈ വഴിയുള്ളത് നമുക്കറിയാം. കാരണം നല്ല മൺപാതയിലൂടെയൊക്കെയുള്ള യാത്ര കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇങ്ങോട്ടുള്ള യാത്രയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഈ വഴിയൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്ന വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ വഴിയൊക്കെ ചിത്രീകരിച്ച് കാണിക്കാം എന്ന് വിചാരിക്കുന്നത്. മനോഹരമായ റൈഡാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റും നമുക്ക് ആസ്വാദ്യകരമാണ്. അതിനകത്ത് എത്രയും എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെയുണ്ട് എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. ഇവിടെ വന്നപ്പം വേറൊരു ടെസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ ഈ അമ്പിളിക്കുട്ടൻ ഇവിടെ ഇറങ്ങി നിൽക്കുക. ഇത് ചെറിയ വാട്ടർ ക്രോസിംഗ് ആണ്, വെള്ളം കുറവാണ്. പോക്കറ്റിൽ നിന്ന് അമ്പിളിക്കുട്ടൻ്റെ മൊബൈൽ നേരെ അവിടേക്ക് വീണു. ഒരിച്ചിരി മാറിയിരുന്ന ആ വെള്ളക്കെട്ടിനകത്ത് വീണിന്. ഏതായാലും പാറയിലാണ് വീണത്. ചെറിയൊരു ക്രാക്കോട് കൂടി മൊബൈൽ സുരക്ഷിതമായിട്ട് തിരിച്ച് കിട്ടി. മറ്റു കുഴപ്പമൊന്നുമില്ല. വെള്ളത്തിലായിരുന്നെങ്കിൽ മൊബൈലിൻ്റെ കഥ പോക്കായന്. എന്തായാലും ഇന്നത്തെ യാത്രയിൽ നല്ല ഒന്ന് രണ്ട് വിഷയങ്ങൾ സംഭവിച്ചത്. രണ്ടും സംഭവിച്ച അമ്പിളിക്കുട്ടനാണ്. എന്തായാലും ഇതൊരു അനുഭവമായിട്ട് നമുക്ക് കരുതാം. വേറെ വലിയ അപകടമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ആശ്വസിക്കാം. വന്യമൃഗങ്ങളൊന്നും കാര്യമായിട്ടുള്ള വനമാണെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോറസ്റ്റ് തന്നെയാണല്ലോ, അതുകൊണ്ട് മൃഗങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ നമുക്ക് ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല. കാട്ടുകോഴിയൊക്കെ ഇതിലേക്ക് പോകുന്ന കണ്ടതല്ലാതെ വേറെ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. പിന്നെ ഇതിലുള്ള യാത്ര എത്ര നിശബ്ദതയുള്ള യാത്രയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ബൈക്കിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. നിശബ്ദമായ ഈ സ്ഥലത്ത് ഇടയ്ക്ക് ഒന്ന് രണ്ട് ജീപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കണ്ടതല്ലാതെ വേറെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഈ തിരിച്ചു പോക്കിലുള്ള യാത്രയിൽ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് ബൈക്കുകളൊക്കെ കണ്ടിരുന്നു. ഈ കൊടുങ്കാടിൻ്റെ ഈ ഭാഗങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ല. ഇത് കൊടുങ്കാടാണ്. സത്യത്തിൽ ഇതുപോലുള്ള വഴികളാണ് നമ്മൾ ദോഷമുള്ളതും. ചില വീഡിയോകളൊക്കെ മിസ്സായിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ല സംഭവിച്ചത്. അതുകൊണ്ടാണ് നമുക്കത്ര ഫീൽ ഒരു പക്ഷേ ഈ വനത്തിൻ്റെ ഇത് കാണും. കാരണം ഇടയ്ക്കിടയ്ക്ക് വീടുകളാണ് കഴിഞ്ഞ വീഡിയോ കൂടുതൽ കണ്ടത്. എന്തായാലും കിലോമീറ്ററുകളോളം വിജനമായ വനപാതയിലൂടെയാണ് നമ്മൾ ഈ മുല്ലക്കാനം ചർച്ചിലേക്കുള്ള യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫീൽ മനോഹരമാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ടത്തെ കഴിഞ്ഞ വീഡിയോ കാണിക്കാത്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അമ്പിളിക്കുട്ടൻ വീണ ഭാഗത്തെ കാഴ്ചകൾ അത് നമുക്ക് കാണിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്നതുകൊണ്ടാണ് ആ വീഡിയോ ഉൾപ്പെടുത്തിയത്. കാരണം വീഴ്ചയിൽ നമ്മൾ ആഘോഷമായിട്ടല്ല അത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും സാധിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ യാത്രയിലുണ്ടാകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും പകർത്തിയെടുക്കുക, വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായ സംഭവമായതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. എന്തായാലും ഇപ്പോൾ അമ്പലം ഭാഗം എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ചെന്നിറങ്ങാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ചേട്ടനോട് വഴിയൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി നേരെ റൈറ്റ് കയറുക എന്ന് തീരുമാനിച്ചു. റൈറ്റ് കയറി കഴിഞ്ഞാൽ ഉളുപ്പുണ്ണിയിൽ എത്തിച്ചേരും. ഉളുപ്പുണ്ണിയിൽ നമുക്ക് പിന്നെ വാഗമൺ എളുപ്പമാണല്ലോ, അത് നമ്മൾ നേരത്തെ പോയിട്ടുള്ള വഴിയാണ്. ഇനി ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് മുമ്പ് പോയതായതുകൊണ്ട് എന്തൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ വഴി നമ്മൾ ഇതുവരെ പോയ വഴിയിനെ കഴിഞ്ഞും ഭംഗിയുള്ള വഴിയാണ് ഇത് എന്നതാണ് ഇപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ കാണുന്നത് എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇത്ര മനോഹരമായ യാത്രയാണ് ഈ മുല്ലക്കാനം ഭാഗത്തേക്കുള്ള യാത്രയല്ല. ഇതൊരു ഗ്രാമം തന്നെയാണ്. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രാമപ്രദേശമാണ്. ഈ ഭാഗത്തൊന്നും വനമില്ല. ഇത് എല്ലാ ജനവാസ മേഖല തന്നെയാണ്. അപ്പം ഈ എസ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ് ഉമ്മ.
അപ്പോൾ ഫ്രണ്ട്സ്, ഉളുപ്പുണ്ണി വന്നിട്ട് മുള്ളക്കാനത്തിന് പോയി മുള്ളക്കാനം ചർച്ചും ആ പ്രദേശവും കാണാൻ താല്പര്യപ്പെടുന്നവർക്ക് നേരെ ഈ വഴി, ഞങ്ങളിപ്പോൾ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഈ വഴി പിടിച്ചാൽ മതി. അതായത് ഈ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരു ലെഫ്റ്റിലേക്ക് ഒരു വഴി കിടപ്പുണ്ട്. അതിൽ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് അറിയാമല്ലോ ഡീവിയേഷനൊക്കെ. അപ്പം ആ ഡീവിയേഷനൊക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ മുള്ളക്കാനം ഈസി ആയിട്ടെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലെങ്കിലും ചെല്ലാൻ പറ്റും. പിന്നെ നമ്മൾ വിണ്ടിവാക്കിൻ്റെ അവിടെ നിന്ന് കയറി വന്ന പോലെയുള്ള അത്രയും ദുർഘടമായ ഒരു വഴി നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ നമ്മൾ മറ്റേ എന്താ പറയുക, ഉളുപ്പുണ്ണിയുടെ ആ റോഡിൽ വന്ന് കയറി. ഉളുപ്പുണ്ണിയിൽ നിന്ന് നമ്മൾ ഈ വഴിയൊക്കെ ടാറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് പല പ്രാവശ്യം നമ്മളിതിൽ വന്നിട്ടുണ്ട്. ഇപ്പം പക്ഷേ തിരിച്ചറിയാൻ കഴിയുന്നില്ല ഉളുപ്പുണ്ണിയിലേക്കുള്ള വഴിയാണ് ഇങ്ങനെ തിരിച്ചറിയാൻ സത്യത്തിൽ കഴിയുന്നേ ഇല്ല. 2-3 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ ഇവിടെ വന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര അമ്പിളിക്കുട്ടൻ്റെ ആ വീഴ്ചയും ഫോണിൻ്റെ ആ പൊട്ടൽ ഒഴിവാക്കിയാൽ മനോഹരമായ റൈഡായിരുന്നു, മനോഹരമായ യാത്രാ അനുഭവമായിരുന്നു ഈ സീരീസിലുണ്ടായിരുന്നത്. അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമുക്ക് അറിയപ്പെടാത്ത പ്രദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്താണ് കാണുന്നത്, എന്താണ് കാഴ്ചയുള്ളത് എന്നതിലുപരി ആ യാത്ര നമുക്ക് തരുന്ന ഒരു ഫീലുണ്ട്. അത്രയും മനോഹരമാണ് ആ ഫീൽ എന്ന് പറയുന്നത്. അപ്പം അതിലെ ഒരു യാത്ര ചെയ്യുക, നമ്മൾ ആസ്വദിക്കുക എന്നൊക്കെയാണ് യാത്രയുടെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന എന്താണ് ആ ഫീൽ എന്ന് നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന സംതൃപ്തി, അതാണ് ഏറ്റവും നല്ല ഒരു അനുഭവമായിട്ട് വരിക. ഇനി എന്തായാലും നമ്മുടെ വീഡിയോ ഇനിയിപ്പോൾ നമുക്ക് വാഗമണ്ണി നേരെ വീട്ടിൽ പോകാം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇനിയും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പം ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുക്കണം. പിന്നീട് അടുത്ത യാത്ര എങ്ങോട്ടാണെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ആ യാത്ര മനോഹരമാണെങ്കിൽ അതിൻ്റെ വീഡിയോയും താമസിക്കാതെ അടുത്ത എപ്പിസോഡായിട്ട് എത്തും എന്ന് ഉറപ്പ് നൽകുന്നു. ഇനി എന്തായാലും കൂടെ നിൽക്കണം, ചാനലിനോടൊപ്പം ഉണ്ടാവണം. നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അമ്പിളിക്കുട്ടനെ പോലെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പല എപ്പിസോഡിൽ പലരും ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് വെച്ച് വിളിക്കുക, അല്ലെങ്കിൽ ചാനലിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, കാഴ്ചകൾ കാണാം, യാത്ര ചെയ്യുക, ആസ്വദിക്കുക, നമ്മുടെ ടെൻഷനുകൾ കഴുകിക്കളയുക. ഇതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. യാത്രയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ലാഭവും നമുക്ക് കിട്ടുന്ന ഫീലും അതൊക്കെ തന്നെ ആയിരിക്കും. അല്ലാതെ യാത്ര നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ തരുമെന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് എന്താ പറയുക, കൃത്യമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ടേണിങ് വളരെ നന്നായിട്ട് തന്നെ നമുക്ക് യാത്രയിലൂടെ ലഭിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കൂ. നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത യാത്രയിൽ കാണാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.